ഈ വർഷത്തെ ഹജ്ജും ഉംറയും വളരെ ഭംഗിയായി തന്നെ നടന്നു. ലോകൈക ഗുരുവിന്റെ റൗള സന്ദർശനത്തിന് പ്രവാചക പ്രേമികൾ പുണ്യ മദീനയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. റസൂലിനെ സിയാറത്ത് ചെയ്യൽ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടാൻ കാരണമാണ്. ബൈഹഖി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സാറ ഖബ്രി വജബത് ലഹു ശഫാഅതി, എന്റെ ഖബർ സന്ദർശിക്കുന്നവന് എന്റെ ശുപാർശ നിർബന്ധമായി. ഇബ്നു മാജയിൽ ഇങ്ങനെ വായിക്കാം, മൻ ജാഅനി സായിറ ലാ തഹ്മിലുഹു ഹാജത്തുൻ ഇല്ലാ സിയാറതി, എന്നെ സന്ദർശിക്കലല്ലാതെ മറ്റൊരു ആവശ്യവും ലക്ഷ്യവുമില്ലാതെ ഒരുവൻ എൻ്റെ അടുക്കൽ വന്നാൽ കാന ഹഖൻ അലയ്യ അൻ അകൂന ലഹു ശഫീഅൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അവന് ശുപാർശ ചെയ്യൽ എൻ്റെ മേൽ ബാധ്യതയായി. എന്നാൽ പുണ്യ മക്കയിലും മദീനയിലും എത്തിയിട്ടും മുത്ത് റസൂലിനെ സിയാറത്ത് ചെയ്യാതിരിക്കൽ വലിയ നന്ദികേടും ശഫാഅത്ത് തന്നെ തടയപ്പെടുന്നതിന് കാരണമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ ഹജ്ജൽ ബൈത വലം യസുർനി ഫഖദ് ജഫാനി, ഒരുവൻ പരിശുദ്ധ കഅബയിൽ വന്ന് ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും അവൻ എന്നെ അവഗണിച്ചിരിക്കുന്നു. ഭൂമിയിലെ ഒരേയൊരു സ്വർഗം അത് റസൂലിന്റെ റൗളയാണ്. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീട്ടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പുകളിൽ ഒരു തോപ്പാണെന്ന് മുത്ത് ഹബീബ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, വിദൂര ഭാവിയിൽ തന്നെ ആ പുണ്യ ഹബീബിന്റെ ഓരത്ത് പോയി നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ് എന്ന് സ്വലാത്ത് സലാം പറയുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്.